ലോസ് ആഞ്ചൽസിലെ ഈറ്റൻ ഫയർ നടക്കുന്ന ഏരിയയിലുള്ള ഷെൽട്ടറിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ദ ഓഡിറ്റോറിയം ഓഫ് ദ സിറ്റി ഓഫ് പാസഡീന എന്ന് പറയുന്നിട്ട് പസഡീന കൺവെൻഷൻ സെൻറ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. എക്സിബിഷൻ ഹാൾ ആൻഡ് ബാൾ റൂം. ഇത് പസഡീന കൺവെൻഷൻ സെൻറ്റർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ ഫാമിലി വീട് ഒഴിപ്പിച്ച് അവിടുന്ന് വന്ന ആളുകളും കൂടാതെ എന്താ പറയുന്നത് അതിനോടനുബന്ധിച്ച് വന്ന് സഹായിക്കുന്നവരും പെറ്റ്സിന് വേറെ സ്ഥലമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ ആളുകളും അതുപോലെ തന്നെ പെറ്റ്സും ഒക്കെ ഇവിടെയുണ്ട്. ഇവിടെ അവർ അറേഞ്ച് ചെയ്യുന്ന ആളുകൾ, ഇവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകൾ ഇവിടെയുണ്ട്. കൂടാതെ ഫുഡൊക്കെ കൊടുക്കുന്ന ഏരിയ നമുക്ക് ഇവിടെ കാണാം. അല്ല, പെറ്റ്സിനെയൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഇവിടെ ഞാൻ ശരിക്കും വന്നത് ഇവർക്ക് എന്തെങ്കിലും നമ്മുടെ ആവശ്യമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പം ഇവരുടെ എല്ലായിടത്തും അന്വേഷിച്ച് കഴിഞ്ഞപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ ആവശ്യം കുറവാണ്. ഒരു 5 മണി 5 to 6 മേ ബി ഡിന്നറിൻ്റെ ടൈമാണ് ഇവിടെ. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇവിടെ ആവശ്യം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യും, ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ അത്യാവശ്യം ആളുകൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ വച്ചിരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. അതല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ അധികം വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കണ്ടില്ലേ, ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. മിനറൽ വാട്ടർ കാര്യങ്ങൾ, മറ്റേ ടോയ്ലറ്റ് നാപ്കിൻസ് കാര്യങ്ങൾ, ഇത് ആവശ്യമുള്ളവർക്കൊക്കെ എടുക്കാം. ഇത് പിന്നെ എന്താണ്, അമേരിക്കൻ റെഡ് ക്രോസ് ഫുഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ആളുകളിവിടെ നമുക്ക് അങ്ങനെ അധികം കാണിക്കാൻ പറ്റില്ല, കാരണം ആളുകളിവിടെ കിടക്കുന്നവരുണ്ട്. ഒരുപാട് പ്രായമായ ആളുകളൊക്കെ കിടക്കുന്നവരും, പിന്നെ എന്താ പറയുക, നമ്മുടെ എല്ലാ സ്ഥലം പോലെയല്ലല്ലോ, പ്രൈവസിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ജസ്റ്റ് നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക്, മലയാളികളായിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാനും ആർക്കെങ്കിലും ഈ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ പറ്റുമെങ്കിൽ, അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഏതെങ്കിലും സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് ബോധവാനാക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ വേറെ പാനിക്കാവേണ്ട സിറ്റുവേഷൻ ഇല്ല. നമുക്ക് ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ, ഇതിപ്പോൾ പസഡീനയിലാണ്, ഇവിടെ ചെറുതായിട്ട് സ്മോക്കുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ അപ്പുറം ഒരു ഫ്രീ വേ 2 ടൺ ഉണ്ട്. ആ 2 ടണ്ണിൻ്റെ അപ്പുറത്തേക്കാണ് മെയിനായിട്ട് ഫയറുള്ളത്. നമ്മൾ താമസിക്കുന്നതൊക്കെ അപ്പുറത്തേക്കുള്ള ഏരിയയിലാണ്. നമ്മുടെ ഏരിയയിലും ഫയറുണ്ട്, പക്ഷേ ഇത്രയും സ്മോക്ക് നമ്മുടെ വീടിൻ്റെ ഏരിയയിലില്ല. ഇവിടെ സ്മോക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും സ്മോക്ക് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ ഓരോ ആളുകൾ സ്പോൺസർ ചെയ്തിട്ടും അങ്ങനെ കൊണ്ടുവന്ന് വച്ചിരിക്കുന്ന ഫുഡാണ്. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, നമ്മളൊന്നും എടുത്തിട്ടില്ല. വെള്ളവും കാര്യങ്ങളൊന്നും നമ്മളും എടുത്തിട്ടില്ല. അപ്പം മെയിനായിട്ട് ഞാനിവിടം വരെ വന്നതിൻ്റെ ഉദ്ദേശം ഇവരെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കിയിട്ട് ഇവിടെ ഹെൽപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളിവിടെ നിൽക്കും, അതല്ലെങ്കിൽ നമ്മൾ പോകും.